ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ആ എന്താ? ശ്യാമയ്ക്ക് വെടിയേറ്റെന്ന്. രോഹിത, എന്താ എന്താ ഈ പറയുന്നേ? മോനെ, എന്താ എന്താ എന്റെ മൂക്ക് പറ്റിയത്? ശാരദാമ്മേ, കേറടാ, കേറങ്ങോട്ട്. മറ്റേ കൊച്ചേ, ഞാൻ വിളിച്ചോളാം. അതെ, വീടേ ഓക്കെ ഒന്നല്ല കേട്ടാ. ആശം വെറുതെ പറഞ്ഞതാ. വണ്ടി എടുക്കടേ. ചുമ്മാ അതേ, നീ ആള് കൊള്ളാട്ടാ. കൊള്ളാന്നാ? എന്ത് കൊള്ളാന്ന്? കമല, കൊച്ചു കൃഷ്ണ, കാര്യം എന്റെ അമ്മയ്ക്ക് മുമ്പിൽ ഞാനൊന്ന് കൊച്ചായി. പക്ഷെ എന്നിട്ട് വർക്കൗട്ട് ഗംഭീരായി. എന്ത് വർക്കൗട്ട്? എന്തായാലും അവള് നല്ല കുട്ടിയാടാ. നല്ല തിരിച്ചറിവും ജീവിക്കാനൊക്കെ അറിയുന്ന ഒരു കുട്ടിയാ. പക്ഷെ ഇനി അവൾക്കൊരു കല്യാണം വന്നാൽ മുടങ്ങാൻ പാടില്ല. അത് എന്റെ കൂടെ ഒരു ആവശ്യമാ. അതുകൊണ്ടേ എന്റെ മോനാ മോഹങ്ങ് മനസ്സിൽ വെച്ചേക്ക്, കേട്ടടാ ബ്രോക്കറെ. അച്ഛനെ അങ്ങനെയൊന്നും ഇല്ലെന്നേ. പോടാ പോടാ പോടാ, വണ്ടി ഓടിക്കടാ. ഈ അമ്മ ഇതെവിടെ പോയി? ശാരദാമ്മേ, ഞാൻ രോഹിത. എനിക്കൊരു രോഹിത്തെ, ഞാൻ ശാരികയാ. അമ്മ അപ്പുറത്താണല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. ശ്യാമയ്ക്ക് ഒരു അപകടം പറ്റി. ഫോണൊന്ന് ശാരദാമ്മയ്ക്ക് കൊടുക്കുവോ? ശ്യാമയ്ക്ക് എന്താ പറ്റിയത്? എന്നെ ഒരാള് ആക്രമിക്കാൻ വന്നു. അയാള് വെച്ച വെടി ശ്യാമയ്ക്കാ കൊണ്ടേ. അയ്യോ, അമ്മേ, അമ്മേ, അമ്മേ. ആ എന്താ? ശ്യാമയ്ക്ക് വെടിയേറ്റെന്ന്. രോഹിത, എന്താ എന്താ ഈ പറയുന്നേ? മോനെ, എന്താ എന്താ എന്റെ മൂക്ക് പറ്റിയത്? അത് ശാരദാമ്മേ, എന്റെ ഭഗവാനെ, ഞാൻ എന്ത് ഈ കേക്കുന്നേ? മോളെ, നീ ഒന്ന് ശാലിനി ഒന്ന് വിളിച്ചേ. എന്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല. എടുക്കുന്നില്ലല്ലോ അമ്മേ. നീ ഒന്നുകൂടെ ഒന്ന് വിളിക്കേ. എന്താന്നറിയില്ല അമ്മേ. ശാലിനി ഫോൺ കട്ടാക്കുക. ഇതാ ഞാൻ നോക്കട്ടെ. ഈശ്വര, അവള് ഫോൺ കട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും മീറ്റിംഗിലും മറ്റോ ആയിരിക്കും അമ്മേ. എന്താണെങ്കിൽ എന്താ? ഇതുപോലെ ഒരു അത്യാവശ്യ കാര്യം വന്നാ അതാണോ കാര്യം, ഇതാണോ കാര്യം? അതിന് ശാലിനിക്ക് അറിയില്ലല്ലോ അമ്മേ ഇവിടെ ഈ സംഭവിച്ചതൊന്നും. പിന്നെ നമ്മൾ അവളുടെ പേരിൽ പഴിചാരിയിട്ട് എന്താ കാര്യം? എടി, ഇങ്ങനെ ഒരു ആവശ്യം വന്നാ പിന്നെ എങ്ങനെയൊന്ന് അറിയിക്കുന്നേ? എന്റെ കുഞ്ഞിന്റെ കാര്യം അവിടെ എന്തായോ എന്തോ. എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്താതെ നോക്കിക്കൊള്ളേ.
നിങ്ങളല്ലേ രോഹിത്? ആ, അതെ. എന്താ ശരിക്കും ഉണ്ടായത്? അയാള് മനഃപൂർവ്വം വന്ന് ബഹളം ഉണ്ടാക്കായിരുന്നു സാർ. എന്നെ അയാൾ ഉന്നം വെച്ചത്. പക്ഷേ കൊണ്ടതിന്റെ ഭാര്യക്കിട്ടാ. എവിടെയാ വെടിയേറ്റത്? അത് തോളില്ല. ഇപ്പോ സർജറി നടന്നുകൊണ്ടിരിക്കുക. വെടിവെച്ചത് ആരാണെന്നറിയാമോ? ബിസിനസ് സുഹൃത്തായിരുന്നു. പേര് ഉപേന്ദ്രൻ. എന്താണ് അയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണം? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒന്നിച്ച് നടത്തിയ ബിസിനസ്സുകളിൽ നിന്ന് ഇടക്കാലത്ത് ഞാനിന്ന് പിൻവലിഞ്ഞിരുന്നു. ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെന്ന് അറിഞ്ഞപ്പോ അതിൽ നിന്ന് ഞാൻ സ്വയം ഒഴിഞ്ഞതാ. അത് ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സാമ്പത്തികമായി വല്ല ഏർപ്പാടുകളും ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പക്ഷേ അയാൾ എന്തൊക്കെയോ പറഞ്ഞു നടപ്പുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായിട്ട് ഞങ്ങൾ സർജറി കഴിഞ്ഞു വരാം. തൽക്കാലം 2 പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിക്കിടുന്നുണ്ട്. എന്തു പറ്റി ഇങ്ങനൊന്ന് വിളിക്കാൻ തോന്നാൻ? ബോധോദയം വല്ലതുണ്ടായോ? ചത്തില്ലെന്ന് പറയാൻ വിളിച്ചതാ. അതെന്താ, നീ വല്ല ആത്മഹത്യക്കും ശ്രമിച്ചോ? നീയൊക്കെ തോക്കം കൊടുത്തെന്റെ ജീവൻ എടുക്കാൻ വന്നവൻ ഉന്നം തെറ്റിയെന്ന്. ഉണ്ട എനിക്ക് ഏശിയില്ല. പക്ഷേ ശ്യാമയുടെ തോളലിന് അവൻ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതിനവന്റെ ആയുസ് ഞാൻ എടുക്കും. അവനെ പ്രേരിപ്പിച്ച് അവന്റെ കയ്യിൽ ആയുധം കൊടുത്തു വിട്ടാ നിനക്ക് നിന്റെ ചിറ്റപ്പണി ഞാൻ വെച്ചിട്ടുണ്ട് പണി. ശ്യാമയുടെ സർജറി നടക്കുക. അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉപേന്ദ്രനെ നീ നിന്റെ ചിറ്റപ്പനും അങ്ങ് മറന്നേക്ക്. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചേ. ചന്ദ്രബോസ് ഇനി അധികം നാൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കസേരയിൽ ഇരിക്കില്ല. കൂട്ടത്തിൽ നിന്ന് രഹസ്യങ്ങൾ അറിയാവുന്നവനെ നോവിച്ച് വിടരുത്. പറ്റുമെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. ഇതിപ്പോ ഉപേന്ദ്രന്റെ കൈ വിറച്ചു. ആ വിറയിൽ നിന്റെയൊക്കെ ആയുസ് എടുക്കാനായിരിക്കും വിധി. ഇനിയുള്ള കളികള് നമ്മൾ തമ്മിലാ. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിന്റെയൊക്കെ പിന്നാലെ ഞാനുണ്ടാവും. നീ പറഞ്ഞേക്കവന്മാരോട്, അവന്മാർ 2 പേരോടും. ഇയാൾ ഇതെന്ത് അബദ്ധമായി കാണിച്ചത്? ഇതിപ്പം മൊത്തത്തിൽ കുഴയുമല്ലോ.